ദിവസം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചു. പോപ്പുലർ ഫ്രണ്ടുകാരായിട്ട് അടുത്ത് ബന്ധമുള്ള ആളാണ്, പോപ്പുലർ ഫ്രണ്ടുകാരാണ് കൂടെ ഉള്ളത്. അതിൻ്റെ തുടർച്ചയാണത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് NIA ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. തന്നെ NIA പോയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു SHO, ഡൽഹി പോലീസിലൊരു SHO എന്നെ ചോദ്യം ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു രേഖയോ എന്തെങ്കിലും ഒരു വിവരമോ കെ സുരേന്ദ്രനെ പുറത്തുവിടാനുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതിപ്പോൾ നാട്ടിലെല്ലാവരും കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ ഇങ്ങനെ കൈ മടക്കിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ പറഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമാണ്. അങ്ങനെ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല, ഒരു ചോദ്യം ചെയ്യലുണ്ടായിട്ടില്ല. കുഴൽപ്പണക്കേസിൽ രാജ്യദ്രോഹം എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിലുള്ള കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ആൾ വന്നിട്ട് നാട്ടിൽ നല്ല രീതിയിൽ മതനിരപേക്ഷ ജനാധിപത്യ ബോധവും സോഷ്യലിസവും ഒക്കെ നന്നായി കൊണ്ടുപോകുന്ന ഗവേഷക വിദ്യാർത്ഥിയായ ഒരു വിദ്യാർത്ഥി നേതാവിനെയാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്ഷേപിക്കാൻ നോക്കുന്നത്. ഇത് നിയമപരമായി നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലുടെയൊക്കെ മേൽ തീവ്രവാദത്തിൻ്റെ ചാപ്പ കുത്തി പട്ടം ചമർത്തി പോകാനാണ് ശ്രമമെങ്കിൽ ഒരു കാരണവശാലും അത് സമ്മതിച്ചു തരാൻ പോകുന്നില്ല. അങ്ങനെ RSSും BJPയും സംഘപരിവാറുകാരും നടത്തുന്ന ചാപ്പകൾ അഭിമാനത്തോടുകൂടി പതക്കങ്ങളെപ്പോലെ ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി അൺകോൺസ്റ്റിറ്റ്യൂഷണലായ CAക്കെതിരായി ജാമിയ മില്ലയിൽ നടന്ന സമരത്തിൽ ഞാൻ മുമ്പിലുണ്ടായിട്ടുണ്ട്, കൃത്യമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് പ്രതിഷേധിച്ചത്. അത്തരത്തിൽ ഈ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും ഡിസന്റ് രേഖപ്പെടുത്താനും വിമർശിക്കാനും അവകാശവും അർഹതയുമുണ്ട് എന്ന് ബോധ്യമുള്ളിടത്തോളം കാലം യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നാട്ടിൽ മുസ്ലിം നാമധാരികളായ DYFIക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും SFIക്കാരെയും ഒക്കെ തെരഞ്ഞുപിടിച്ച് അവരൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാരാണ്, NDFകാരാണ്, തീവ്രവാദിയാണ് എന്ന ചാപ്പ കുത്തിയിട്ടാണ് BJP ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്നതെങ്കിൽ തികഞ്ഞ പുച്ഛമേ അതിന് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത് വെറുതെ ഒരു തെറ്റായ ആരോപണമാണെന്ന് മാത്രമല്ല, എനിക്ക് മാനക്കേടാണത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അവരിപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടന ആയിരുന്നില്ല എന്ന് കരുതുക. എന്നിട്ടാണ് സുരേന്ദ്രൻ ഇത് പറയുന്നതെങ്കിൽ അവർ ഈ സംഘടന അങ്ങ് പിരിച്ചുവിടും. കാരണം ജാമിയ മില്ലയുടെ സ്റ്റഡി സർക്കിളുകൾക്കിടയിൽ, അവിടുത്തെ താത്വികമായി നടക്കുന്ന സംവാദങ്ങൾക്കിടയിൽ, ബൗദ്ധികമായ വൃത്തങ്ങൾക്കിടയിൽ ഇതുപോലെ ഇസ്ലാമിസ്റ്റ് ആദർശങ്ങളെ, ആശയങ്ങളെ കഠിനമായി, കർശനമായി, നിശിതമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. മതം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും സൗഹൃദത്തെയും സഹജീവനാന്തരീക്ഷത്തെയും തകർക്കാൻ അത് ഏത് ആദർശമായി മുന്നോട്ട് വന്നാലും അതിൻ്റെ മുന്നിൽ നിന്ന് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, ഭരണഘടനയെ മുൻനിർത്തിയാണ് സംഘപരിവാറിനെ നമ്മൾ എതിർക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അനുഷ്ഠിക്കുന്ന ഒരു മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഇവിടെ മുതലെടുപ്പ് നടത്താൻ നോക്കുമ്പോൾ ഭരണഘടന മാത്രമല്ല മതപരമായ കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇത്ര ആളുകളെ വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കെ സുരേന്ദ്രൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അൺകണ്ടീഷണൽ അപ്പോളജി തരേണ്ടി വരും. അത് പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ച് നടത്തേണ്ടി വരും. ഇനി മേലാൽ ഇതുപോലെ നാട്ടിൽ ആരെയും വെറുതെ ഇങ്ങനെ ഒരു വസ്തുതയും ഇല്ലാത്ത ആരോപണം ഉന്നയിക്കില്ല എന്ന് പറയേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മാനനഷ്ട കേസ് കൊടുക്കും, നിയമപരമായി നേരിടും. എവിടം വരെയും പോകാൻ കഴിയും അവിടം വരെയും പോകും. ഇങ്ങനെ ആരെങ്കിലും തൃശ്ശൂർ ഇതുപോലെ നീചമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും നടത്തി ആണ് തൃശ്ശൂർ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമെങ്കിൽ ഒരു കാര്യം പറയാം, കഴിഞ്ഞ 2 പ്രാവശ്യം സുരേഷ് ഗോപി മത്സരിച്ചിട്ട്, അല്ലെങ്കിൽ ആരാണോ BJPയുടെ സ്ഥാനാർത്ഥി അവർ മത്സരിച്ച് കിട്ടിയ അത്ര വോട്ട് പോലും ഇപ്രാവശ്യം കിട്ടില്ല. നിലം തൊടില്ല എന്നല്ല, ഫുൾ ടൈം എയറിലായിരിക്കും, യാതൊരു സംശയം വേണ്ട. അത് സുരേന്ദ്രനായാലും ശരി, സുരേഷ് ഗോപി ആയാലും ശരി. അല്ല, ഇതിപ്പോൾ ആകെ കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണനായാലും ജില്ലാ പ്രസിഡന്റ് അനീഷ ആയാലും പുറത്തു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു തെളിവ് തേജസ് വാരികയുടെ ഒരു കോപ്പി TM പ്രതാപൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് SDP-യുടെ ഏതോ ഒരു പ്രാദേശിക ഫേസ്ബുക്ക് പേജിൽ വന്നൊരു ഫോട്ടോ ആണ്. അത് അന്നേ 2019 നടക്കുന്നൊരു സംഭവമാണ്. അന്നേ അതേക്കുറിച്ച് വിശദീകരണം വന്നിട്ടുണ്ട്. അത് TM പ്രതാപൻ MP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. TM പ്രതാപൻ MP-യുടെ ഫേസ്ബുക്ക് വാളിൽ പോയാൽ അത് കാണാം. എന്ന് മാത്രമല്ല, മാധ്യമങ്ങളോട് അത് വിശദീകരിച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ കാലാഹരണപ്പെട്ടു പോയ ദുരാരോപണങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മാത്രമല്ല, ഇനി എന്ത് ഫോട്ടോ പുറത്തുവിടാനാണെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കിതിൽ 100% ഉറപ്പുള്ള വിഷയമാണ്.
ഇത് പൂർണ്ണമായും വസ്തുത വിരുദ്ധമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ചെയ്യട്ടെ.